ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ നീക്കങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. N വാസുവിനെ ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങ് വച്ചതിൽ അന്വേഷണമുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ AR ക്യാമ്പ് കമാൻഡന്റിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. DGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം. അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. അഞ്ജു, എന്താണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളൊക്കെയും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇനിയിപ്പോൾ അത് അന്വേഷണം ഒരു ഘട്ടത്തിൽ സേതു പറഞ്ഞ പോലെ വലിയ തോതിൽ തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലൊരു വിവാദം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മുൻ ദേവസ്വം കമ്മീഷണറും ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റുമായിട്ടുണ്ടായിരുന്ന N വാസുവിനെ ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത് വിലങ്ങണിയിച്ചിട്ടായിരുന്നു. അത് ചർച്ചാ വിഷയവുമായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി DGP നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. ഈ സംഭവം ഇതാണ്. അതായത് ഈ തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ വാസുവിനെ വിലങ്ങണിയിച്ചുകൊണ്ട് ഈ സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങണിയിച്ച് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. ആ നടപടിയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കാൻ വേണ്ടി DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഇത് സംബന്ധിച്ച് വിവാദമായതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിലെ ഒരു റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് ഈ കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് അണിയിക്കണമെന്നത് കൃത്യമായിട്ട് BNSൽ ഉൾപ്പെടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് കണക്കുകൂട്ടാതെ ഇത്തരത്തിൽ വിലങ്ങ് അണിയിച്ചുകൊണ്ട് ഹാജരാക്കിയത് തെറ്റായ നടപടി ആണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ മേലാണ് DGP അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ SIT സംഘം പോലും അറിയാതെയാണ് ഇത്തരത്തിലൊരു കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് ഈ പോലീസ് സംഘം ഇത്തരത്തിൽ വാസുവിനെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുൾപ്പെടെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്.